കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. ഇന്നയോളം കരുതിയ നടത്തിയ ദൈവം വേലാലും നടത്തും. ആ ദൈവം പാകെ നമുക്ക് സമർപ്പിക്കാം. തന്മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കാണുന്ന ദൈവം, നടത്തുന്ന ദൈവം, അറിയുന്ന ദൈവം, കരുത്തിൽ വഹിക്കുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം, കാലങ്ങൾക്കനുസരിച്ച് മാറാത്ത ദൈവം ഇന്നും നമ്മോട് കൂടെ, എല്ലാ ദിവസവും നമ്മോട് കൂടെ ഉണ്ട്. പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ മാറിപ്പോയാലും അവിടുത്തെ ദയയ്ക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുമ്പോൾ അവരെ വിടുവിക്കുന്ന, അറിയുന്നവരെ ഉയർത്തുന്ന ദൈവം. ഇതാണ് ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ അവനെ ദൈവം അറിയുന്നു എന്നാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. മറ്റാരും പ്രിയരെ അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന ഒരുവനുണ്ട്, നടത്തുന്ന ഒരുവനുണ്ട്, സഹായിക്കുന്നവനുണ്ട്, ശക്തീകരിക്കുന്നവനുണ്ട്, ബലം കൽപ്പിക്കുന്നവനുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്നവനുണ്ട്, ചാരെ അണയുന്ന ഒരുവനുണ്ട്. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്കിന്നും അടുത്തിയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവകാശം അവിടുന്ന് തന്നതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും ഏത് കാലത്തും മവാസിയിലും പൗർണവാസിയിലും കാഹളമുതാൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരാധിക്കാനല്ല, ഏത് സാഹചര്യങ്ങളിലും ആരാധിക്കുന്നവൻ ആത്മീയനാണ്. ചെങ്കടൽ കാണുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തപ്പെടുക്കാൻ കഴിയണം. കഴിഞ്ഞിട്ട് നമുക്കെല്ലാം എടുക്കാൻ കഴിയും. പക്ഷേ ചെങ്കടലിലും പാതയൊരുക്കുന്ന ഒരുവനുണ്ടെന്ന് നമ്മുടെ അകത്ത് ഇന്ന് പകലൊരു ഉറപ്പ്. സംശയങ്ങളെല്ലാം മാറട്ടെ, അവിശ്വാസങ്ങൾ മാറട്ടെ. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന പലരോടും ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, നിങ്ങളെ കാണുന്നവനൊരു, നിങ്ങളെ അറിയുന്ന ഒരുവനുണ്ട്, നടത്താമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ ഈ ദിവസങ്ങൾ തയ്യാറാകുമെങ്കിൽ ജയം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് പരാജയം നൽകിയെന്നല്ല, ദൈവം അവന് ജയം. ദാവീദ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. സാഹചര്യം നോക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന, സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. രാജകീയ സ്ഥാനത്ത് വന്നപ്പോഴും പനിനൂലങ്കി ധരിച്ച് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തു. സ്ഥാനവും മാനവും ഒന്നും, കാരണം തന്നെ കൊണ്ടുവന്നതും ഈ സ്ഥാനത്തെത്തിച്ചതും ദൈവമാണെന്ന് ദാവീദിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുത്തു. പ്രിയരെ, നമ്മളെ ഈ സ്ഥാനത്തേക്ക്, നല്ല ജോലിയിലേക്ക്, രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്നത് കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഒന്നുമല്ല, ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ആ ദൈവത്തിൻ്റെ നന്മകൾ ഓർത്ത് ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? അങ്ങൊഴികെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും ദൈവം നൽകിയതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആത്മാവിൽ ശക്തരാകാം. ധൈര്യത്തോടെ പറ, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം മതി നമുക്ക്, അല്ലേ? എത്ര മതിയായൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കാണാതെ പോകുന്നൊരു ദൈവമല്ല, ആവർത്തിച്ച് പറയുന്നു, അറിയാത്തൊരു ദൈവമല്ല, നമ്മെ നന്നായി മനസ്സിലാക്കുക, ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്നു, തിങ്ങി വിങ്ങുന്ന ഭാരങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാത്തതാണ്,
വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാമത് വാക്യം. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ വർഷം അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. ദൈവയോശുവയോട് പറയുകയാണ്, ഞാൻ മിസ്രയീമിൻ്റെ നിങ്ങൾ ഇന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. നിന്നിച്ച് അപമാനിച്ചൊതുക്കി, മനോവീര്യത്തെ കെടുത്തി, ബലത്തെ ചോർത്തി, അധ്വാന ഫലത്തെ ഇല്ലാതാക്കി, സംവത്സരങ്ങളെ പാഴാക്കി കളഞ്ഞ മിസ്രയീമിൻ്റെ ശക്തികൾ വെല്ലുവിളിച്ചൊതുക്കിയ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ജനത്തെ ചങ്ങലക്കിട്ടതുപോലെ കെണിക്കകത്താക്കിയ ശക്തികൾ. പക്ഷേ പരിശുദ്ധാത്മാവ് അതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് പറയുന്നു, നാളുകളായി നിന്നെ ഭയത്തിനകത്ത് ഒതുക്കി, നിന്റെ ആരോഗ്യത്തെ ഒതുക്കി, സമ്പത്തിനെ ഒതുക്കി, നന്മകളെ ഒതുക്കി, സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി വ്യാപരിക്കുന്ന ശക്തികളെ ദൈവം ഒതുക്കുകയാണ്. ദൈവം അതിനെ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുൾ എന്ന പേർ പറയുന്നു. ദൈവം ചിലതിനെ ഉരുട്ടിക്കളയാൻ പോകുകയാണ്. കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന കല്ല് ഉരുട്ടിക്കളയുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് നോക്കിയാറ് അത് ഏറ്റവും വലുതായിരിക്കാം, ആർക്കുമൊന്നും ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, അതിനെ ഉരുട്ടിക്കളയുക. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങുകയാണ്. നമുക്ക് ചരിത്രമെല്ലാം അറിയാം. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരിൽ നിന്നു. അതുവരെ ദൈവം അവരെ ശ്രേഷ്ഠന്മാരുടെ അപ്പമായ മന്ന കൊടുത്ത് അത്ഭുതകരമായി നടത്തി. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അവർക്ക് വേണ്ടത് ദൈവം നൽകി. നമ്മുടെ കുറിവാക്കി നോക്കുക. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ദേശത്തെ വിളവ് കൊണ്ട് നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവം ചിലത് വിളയിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വിളയിച്ച് നിനക്ക് അതിൽ നിന്ന് സംതൃപ്തിയോടെ ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകൂ. നടന്നു വന്ന പാതകൾ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു, അനേക ശക്തികളെ നേരിടേണ്ടി വന്നു. പക്ഷെ സ്വസ്ഥമായി നിന്ന് ചിലത് അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളിലൂടെ ചില പ്രവൃത്തി കണ്ണുനീരോടെ വിതയ്ക്കൂ, ആർപ്പോടെ കൊയ്ത് അതുകൊണ്ട് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ ദൈവം ചിലത് ഉൽപ്പാദിപ്പിക്കാൻ പോകുക, ചിലത് നിർമ്മിക്കാൻ പോകുക, ചില കിളിർപ്പുകൾ വരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ നോക്കൂ, അവർ ആ ദേശത്തെ വിളവ് അനുഭവിച്ച് ചിലത് അനുഭവിക്കാൻ പോകുക. ദേശത്ത് നിങ്ങളെ അനുഭവിപ്പിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞ് ഓടിച്ചു കളയുമെന്ന്, നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന്, ദേശത്തിൻ്റെ നന്മകൾ സ്വായത്തമാക്കത്തില്ലെന്ന് നാളുകളായി ചില കുടുംബങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ദേശത്തെ വിളവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുക. ദേശത്തെ നന്മകൾ അനുഭവിക്കാൻ, ദേശത്തെ ചില വിടുതലുകൾ അനുഭവിക്കാൻ ഇളകിക്കളയുമെന്ന് നാളുകളായി വാദിക്കുന്ന ശക്തിയുടെ നടുവിൽ വിളവുകൾ അനുഭവിക്കാൻ ഭൂമി അതിൻ്റെ ഫലം തരാൻ പോകുക. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന്മേൽ ദൈവം അതിൻ്റെ ഫലം തരാൻ പോകുക. നിങ്ങൾ ചെയ്യുന്ന ചില പൂർത്തീകരണങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുവരുമ്പോൾ ധൈര്യത്തോടെ വിതയ്ക്കൂ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഏത് ശക്തിയാണ് പറയുന്നത് നിങ്ങളെ അനുഭവിപ്പിക്കത്തില്ല, അതിന് നോക്കണ്ട.
ദൈവം പറയുന്നു നിങ്ങൾ അതുകൊണ്ട് അനുഭവിക്കും. അപ്പോൾ മന്ന നിന്ന് പോയി. അതുവരെ നിങ്ങൾക്ക് നൽകിയ ആ മന്ന നിന്നിട്ട് സ്വന്തമായി ഡയറക്റ്റ് നിങ്ങളിലൂടെ തന്നെ ചില ദൈവപ്രവർത്തികൾ നിങ്ങൾ അനുഭവിക്കാൻ, നിങ്ങളുടെ കുടുംബം അനുഭവിക്കാൻ, ദേശം അനുഭവിക്കാൻ ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ പദ്ധതിയുണ്ട്. നോക്കൂ, ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയില്ല. ആ വർഷം അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നാൻ പോകുക. നാളുകൾ അതിനെ ശൂന്യമാക്കി തകർത്തു കളഞ്ഞ് ചോർത്തിക്കളഞ്ഞ് ധൈര്യത്തെ പോലും ഇല്ലാതാക്കി ഒതുക്കപ്പെട്ട ചിലരോട് പറയുന്നു, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്താൻ പോകുക. ശക്തികരി തൊടുന്നിടം അനുഗ്രഹിക്കപ്പെടുന്നു. ചവിട്ടുന്നിടം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു. അസ്വസ്ഥമാക്കി ദേശത്ത് നിന്ന് ഇളക്കിക്കളയാൻ നിൽക്കുന്ന ചില ശക്തമായ പ്രതിസന്ധികളെ അവിടുത്തെ ആത്മാവ് മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളിലൂടെ, നിങ്ങളുടെ തലമുറകളിലൂടെ ചില നന്മകൾ അനുഭവിക്കാൻ, ഉപജീവിക്കാൻ, ശക്തിയോടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ അവിടുത്തെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടും. സ്തോത്രം ചെയ്തോളൂ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദിനം വിടുതലിലേക്ക് നയിക്കപ്പെട്ട യേശുത്താത്മാവരെ ടച്ച് ചെയ്യുന്നതിന് സ്തോത്രം. ദേശത്ത് കർത്താവെ അനുഭവങ്ങൾ കൊണ്ട് അവർ അനുഭവിച്ച് തൃപ്തരാകാൻ, അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് തന്നെ ഞങ്ങളെ കൊണ്ട് ദൈവം ചിലത് അനുഭവിപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഞങ്ങളെ ഇടയാക്കുന്നതിന് സ്തോത്രം. സകല ബഹുമാനവും പോയിച്ചേളും അവിടുത്തെ പദവിടത്തിൽ അർപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തന്നിലുള്ള നാമത്തിൽ കൃപയുണ്ടായ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ കൊണ്ട് തന്നെ ചിലത് ചെയ്യിപ്പിക്കും. അനുഭവിപ്പിക്കത്തക്ക രീതിയിൽ, സന്തോഷിക്കത്തക്ക രീതിയിൽ, ആനന്ദിക്കത്തക്ക രീതിയിൽ, ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ അവിടെ നമ്മളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യും. ഈ വചനങ്ങൾ കർത്താവ് സകല ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്പിറ്റുമെത്തി.